മനുഷ്യത്വം ഇന്നും മരിച്ചിട്ടില്ല എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്ന ചില സംഭവങ്ങളുണ്ട്. അത്തരത്തിൽ കഴിഞ്ഞ ദിവസം കാണാനിടയായ ഏറെ ഹൃദയസ്പർശിയായ ഒരു സംഭവത്തെക്കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത്. അധികാരത്തിന്റെ ഉന്നതിയിലെത്തുമ്പോഴും ചവിട്ടിക്കേറിയ പടവുകളെയും വിശന്നപ്പോൾ ആഹാരം തന്ന കൈകളെയും മറക്കാത്ത ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ കഥയാണിത്. 2009-10 കാലഘട്ടം. ഭോപ്പാലിലെ തിരക്കേറിയ തെരുവുകളിൽ ഒരു പിടി സ്വപ്നങ്ങളുമായി അലയുന്ന ഒരു എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയായിരുന്നു സന്തോഷ്. പന്നയിലെ ഒരു ദരിദ്ര കുടുംബത്തിൽ നിന്നാണ് അദ്ദേഹം വരുന്നത്. നിരവധി അംഗങ്ങളുള്ള ആ വലിയ കുടുംബത്തിൽ നിന്നും ബിരുദം നേടുന്ന ആദ്യത്തെ വ്യക്തി കൂടിയായിരുന്നു സന്തോഷ്. മണ്ണെണ്ണ വിളക്കിന്റെ വെളിച്ചത്തിൽ പഠിച്ചു വളർന്ന സന്തോഷിന് പലപ്പോഴും വിശപ്പടക്കാൻ പോലും പണമില്ലായിരുന്നു. പച്ചവെള്ളം കുടിച്ച് വിശപ്പടക്കി ഹോസ്റ്റൽ മുറിയിൽ തളർന്നിരുന്ന രാത്രികൾ. തന്റെ സ്വപ്നങ്ങൾക്ക് വിശപ്പിനേക്കാൾ വിലയുണ്ടെന്ന് വിശ്വസിച്ചിരുന്നുവെങ്കിലും ശരീരം തളരുമ്പോൾ ആ മനക്കരുത്തും ചോർന്നു പോകുമായിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് സന്തോഷിന്റെ ഹോസ്റ്റലിന് മുന്നിൽ പച്ചക്കറി വിൽക്കുന്ന സൽമാൻ എന്ന യുവാവിനെ അദ്ദേഹം പരിചയപ്പെടുന്നത്. സന്തോഷിന്റെ വറ്റിവരണ്ട മുഖവും അയാളുടെ കണ്ണുകളിലെ നിസ്സഹായാവസ്ഥയും സൽമാൻ പെട്ടെന്ന് തന്നെ തിരിച്ചറിഞ്ഞു. 5 സഹോദരന്മാരും 3 സഹോദരിമാരും അടങ്ങുന്ന ഒരു ദരിദ്ര കുടുംബത്തിലെ അംഗം തന്നെയായിരുന്നു സൽമാനും. അതുകൊണ്ട് തന്നെ വിശപ്പിന്റെ വില എന്താണെന്ന് സൽമാന് നന്നായി അറിയാമായിരുന്നു. ഒരു ദിവസം സന്തോഷിനെ അടുത്ത് വിളിച്ച് സൽമാൻ കുറച്ച് പച്ചക്കറികൾ നൽകി. ബാക്കി വന്നതാണ്, കളയാൻ മടിയാണ്, അതുകൊണ്ട് നീ എടുത്തോളൂ എന്നാണ് സൽമാൻ പറഞ്ഞത്. സന്തോഷിന്റെ ആത്മാഭിമാനത്തെ മുറിപ്പെടുത്താതെ പച്ചക്കറികൾ നൽകാൻ വേണ്ടി സൽമാൻ കണ്ടെത്തിയ മാർഗമായിരുന്നു അത്. പിന്നീട് പല ദിവസങ്ങളിലും ഇത് തുടർന്നു. എന്നും സന്തോഷിന് കൊടുക്കാനായി സൽമാൻ ഒരു വിഹിതം മാറ്റിവെക്കുമായിരുന്നു. അങ്ങനെ അവർക്കിടയിൽ വലിയൊരു ആത്മബന്ധം വളരുകയും ചെയ്തു. ഒടുവിൽ വർഷങ്ങൾ കടന്നുപോയി. സന്തോഷ് എഞ്ചിനീയറിംഗ് പൂർത്തിയാക്കി. കഠിനമായി പ്രയത്നിച്ച് 2017 മധ്യപ്രദേശ് പബ്ലിക് സർവീസ് കമ്മീഷൻ പരീക്ഷ വിജയിച്ചു. പിന്നീട് അദ്ദേഹം DSP ആയി ചുമതലയേൽക്കുകയും ചെയ്തു. സോഷ്യൽ മീഡിയയിൽ ദശലക്ഷക്കണക്കിന് ഫോളോവേഴ്സുള്ള ജനകീയനായ ഒരു പോലീസ് ഓഫീസറായി അദ്ദേഹം മാറി. പക്ഷേ പദവികൾ ഉയരുമ്പോഴും സന്തോഷിന്റെ മനസ്സിൽ ആ പഴയ പച്ചക്കറി വണ്ടിയും സൽമാന്റെ മുഖവും മായാതെ നിന്നിരുന്നു. ഒടുവിൽ 14 വർഷങ്ങൾക്ക് ശേഷം ഭോപ്പാലിലേക്ക് ഒരു ഔദ്യോഗിക പരിശീലനത്തിനെത്തിയ സന്തോഷ് സൽമാനെ തേടിയിറങ്ങി. സൽമാൻ ഇപ്പോഴും അവിടെ ഉണ്ടായിരിക്കുമോ എന്നതിൽ സന്തോഷിന് ഒരു ഉറപ്പുണ്ടായിരുന്നില്ല. എന്നാൽ അതേ ചന്തയിൽ അതേ ലാളിത്യത്തോടെ പച്ചക്കറി വിൽക്കുന്ന സൽമാനെ അദ്ദേഹം കണ്ടെത്തി. പോലീസ് വാഹനത്തിൽ നിന്നും ഇറങ്ങിയ ആ വലിയ ഓഫീസർ തന്റെ പേര് വിളിച്ചത് കേട്ട് സൽമാൻ ആദ്യം ഒന്ന് പേടിച്ചുപോയി. എന്നാൽ അടുത്തെത്തിയപ്പോൾ സൽമാന് ആളെ മനസ്സിലായി. സന്തോഷ് സൽമാനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. വിയർത്തു മുഷിഞ്ഞ വസ്ത്രമാണെന്ന് സൽമാൻ പറഞ്ഞിട്ടും സന്തോഷ് അത് കാര്യമാക്കിയില്ല. തന്റെ വിശപ്പടക്കിയ ആ കൈകൾക്ക് മുന്നിൽ അദ്ദേഹം നന്ദി പറഞ്ഞു. ഒരു ബോക്സ് മധുരവും സ്നേഹസമ്മാനമായി കുറച്ച് പണവും സന്തോഷ് സൽമാന് നൽകി. കൂടാതെ എന്ത് സഹായത്തിനും കൂടെയുണ്ടാകുമെന്ന ഉറപ്പും നൽകിയാണ് സന്തോഷ് അവിടെ നിന്നും പോയത്. പദവികളോ കാലമോ മായ്ക്കാത്ത ബന്ധങ്ങളാണ് മനുഷ്യത്വം എന്ന് ഈ സംഭവം നമ്മെ പഠിപ്പിക്കുന്നു. നാം മറ്റൊരാൾക്ക് നൽകുന്ന ചെറിയൊരു സഹായം പോലും ഒരുപക്ഷെ അവരുടെ ജീവിതം തന്നെ മാറ്റിമറിച്ചേക്കാം. സന്തോഷ് പട്ടേലിനെ പോലെ തന്റെ വേരുകൾ മറക്കാത്ത മനുഷ്യരും സൽമാനെ പോലെ പാവപ്പെട്ടവനെ സഹായിക്കാൻ മടിക്കാത്ത മനുഷ്യരുമാണ് ഈ ലോകത്തെ മനോഹരമാക്കുന്നത്. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം.